നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാർ നിലവിലുണ്ട് എന്നാണ് വെപ്പ്. പക്ഷേ ട്രംപ് പറയുന്നു, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അദ്ദേഹം അത് പറഞ്ഞത്, 60 ദിവസത്തേക്ക് നീളുന്ന ഒരു പുതിയ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. കരാറിലെ വ്യവസ്ഥകളൊക്കെ 100% റെഡിയായിട്ടുണ്ട്. ഉടനെ അത് യൂറോപ്പിൽ ഒപ്പിടും. അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് വാൻസ് യൂറോപ്പിലേക്ക് പുറപ്പെടുകയാണ്. ഇപ്പം ന്യൂസ് ഏജൻസികളത് ജനീവയിൽ വെച്ചാണ് ഏകദേശം ഒപ്പിടുക. ഈ ആഴ്ച അവസാനത്തോടെ ഇത് സംഭവിക്കും എന്ന നിലയ്ക്കൊക്കെ വ്യാഴാഴ്ച വാർത്തകൾ വന്നു. 60 ദിവസത്തേക്ക് നീളുന്ന ഒരു ട്രൂസ്, ഇപ്പോൾ കഴിഞ്ഞ ട്രൂസ് ദിവസം നിശ്ചയിക്കാതെയാണ് വെടിനിർത്തലിലേക്ക് എത്തിയത്. ഇപ്പോൾ വെടിയാണോ വെടിനിർത്തലാണോ എന്നറിയാത്ത രീതിയിൽ കാര്യങ്ങൾ തുടർന്നു. ഇനി ഒരു കൃത്യമായ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 60 ദിവസത്തേക്ക് ഈ വെടിനിർത്തൽ കരാറ് അല്ലെങ്കിൽ വെടിനിർത്തൽ എന്നുള്ള പ്രോസസ്സ് നീണ്ടുപോകും. അപ്പോൾ അതിനിടയിലൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിക്കാൻ സാധിക്കും എന്ന നിലയിലുള്ളൊരു തീരുമാനത്തിലെത്തി എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. പക്ഷേ ഉടനെ തന്നെ ടെഹ്റാനിൽ നിന്ന് ഡിഫറൻ്റായിട്ട് റിപ്പോർട്ടുകൾ വന്നു. ടെഹ്റാനിൽ ടാസിം എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി ഉണ്ട്. അവരാണ് IRGCയുടെ ന്യൂസ് പുറത്തു വിടുന്നത്. അപ്പോൾ അവർ ആ ടാസിം എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി പറഞ്ഞ് അങ്ങനത്തെ ഒരു കാര്യമില്ല, അങ്ങനത്തെ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളിൽ എത്തിയിട്ടില്ല. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. അമേരിക്കയുടെ അപ്പാഷെ ഹെലികോപ്റ്റർ ഒരെണ്ണം IRGC വെടിവെച്ചിടുന്നു. അവരത് ഓൺ ചെയ്തിട്ടില്ല, ഞങ്ങളാണ് ചെയ്തതെന്ന് അവർ പറയുന്നില്ല. അതിന് പകരമായിട്ട് അമേരിക്ക ഒരു വേവ് ഓഫ് അറ്റാക്ക് അവിടേക്ക് ചെയ്യുന്നു. തിരിച്ച് ഗൾഫ് കൺട്രീസിലേക്ക്, അമേരിക്കൻ ബേസസിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ മിസൈലുകൾ അയക്കുന്നു. വീണ്ടും അതിന് പകരമായിട്ട് അമേരിക്ക ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുന്നു. അതിനുശേഷം അമേരിക്ക പറയുന്നു, ഞങ്ങൾ ആക്രമണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു, ഞങ്ങളുടെ പണി കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് വലിയ ആക്രമണമാണ്, അതിനു മുമ്പ് വേണമെങ്കിൽ നിങ്ങൾ ഡീൽ ഒപ്പിട്ടോളൂ എന്നാണ് ട്രംപ് അവസാനം പറഞ്ഞു നിർത്തിയത്. മാധ്യമങ്ങൾ പറയുന്നത് 3 വേവ്സ് ഓഫ് അറ്റാക്ക് നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്ക പറയുന്നത് 2 വേവ്സ് ഓഫ് അറ്റാക്കേ ചെയ്തിട്ടുള്ളൂ എന്നാണ്. ഒരു വേവ് ഓഫ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് വിമാനങ്ങൾ ഇറാൻ്റെ ഉള്ളിലേക്ക് കടന്ന് വിവിധ സ്ഥലങ്ങളിൽ ആക്രമിക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഒരു വേവ് ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഇറാനെ സംബന്ധിച്ച് അവർ പറയുന്നു, അവർ അപ്പാഷെ ഹെലികോപ്റ്റർ തകർത്തത് പറഞ്ഞില്ല, പക്ഷേ അവർ ഗൾഫിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് അവർ അവകാശപ്പെടുന്നു. അവകാശവാദങ്ങൾക്ക് ഉപോത്ബലകമായൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ട്രംപ് പറയുന്നു 3ാമത്തെ വേവ് ഓഫ് അറ്റാക്ക് ഉടനെ വരുന്നുണ്ട്. പക്ഷേ വ്യാഴാഴ്ച അദ്ദേഹം പറഞ്ഞു, വേവ് ഓഫ് അറ്റാക്സ് ഒക്കെ നിർത്തി, ഇനി ഇറാനെ ആക്രമിക്കുന്നില്ല, കാരണം ഉടനെ ഈ പീസ് ഡീൽ ഒപ്പിടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഇറാനിൽ നിന്ന് മറുപടി വരുന്നതും. അവരതിന് തയ്യാറായിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ചില ഏജൻസികൾ പറയുന്നു അതിൻ്റെ കുറേ ഭാഗമൊക്കെ ശരിയായിട്ടുണ്ട്, ബാക്കി ശരിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. വേറെ ചിലർ പറയുന്നു ഇത് പീസ് ഡീൽ ഓൾമോസ്റ്റ് ഓക്കെ ആണെന്ന് പറയുന്നു. അപ്പോൾ ഇറാനിൽ നിന്ന് പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ടാകുന്നു. അപ്പോൾ വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത്, അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ ആളില്ല എന്നൊരു വിഷയമുണ്ട്. ഒരു വിഭാഗം, അതായത് ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു വിഭാഗം, പെഷേസ്കിയാൻ രാജിവെച്ചു എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. എന്തായാലും അരാച്ചി സംസാരിക്കുന്നുണ്ട്, വാലിബാഫ് സംസാരിക്കുന്നുണ്ട്. ഇനി ആ ഭാഗത്ത് തന്നെ കുറച്ചും കൂടി ഒരു ടെററൈസിങ് മോഡൽ സംസാരിക്കുന്ന അവരുടെ സുപ്രീം കോടതി ജഡ്ജി സംസാരിക്കുന്നുണ്ട്. അവരുടെ വിദേശകാര്യ സഹമന്ത്രി സംസാരിക്കുന്നു. ഈ വിദേശകാര്യ സഹമന്ത്രിയും സുപ്രീം കോടതി ജഡ്ജിയൊക്കെ ഒരു ടെററിസ്റ്റാണോ അല്ല മോഡറേറ്റാണോ എന്നറിയാൻ പറ്റാത്ത ആളുകളാണ്. ഈ അരാച്ചി, പെഷേസ്കിയാൻ, ഗാലിബാഫ് ഒക്കെ ഇപ്പോൾ മോഡറേറ്റ്സിൻ്റെ ലെവലിലുള്ള ആളുകളാണ്. തനി തീവ്രവാദികളായിട്ടുള്ള ആളുകൾ IRGCയുടെ ആളുകളാണ്. IRGCയുടെ ആളുകൾ തനി തീവ്രവാദികളാണ്. അപ്പോൾ അരാച്ചി അതിനിടയിലൂടെ പറഞ്ഞത് ഒരു പീസ് ഡീൽ റെഡി ആയിട്ടുണ്ട്, പക്ഷേ അത് ഇറാനിലെ ചില വിഭാഗങ്ങൾക്ക് ആക്സെപ്റ്റബിളാണ്, ചില വിഭാഗങ്ങൾക്ക് ആക്സെപ്റ്റബിൾ അല്ല. ഒരു ചെറിയ വിഭാഗം പീസ് ഡീലേ വേണ്ട എന്ന് വിചാരിക്കുന്നവരാണ്. ഇത് അദ്ദേഹം ഇറാൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ന്യൂസ് ഏജൻസിയോട് പറഞ്ഞതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു ന്യൂട്രൽ ന്യൂസ് ഏജൻസിയാണ്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിന് പീസ് ഡീലേ വേണ്ട. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. യുദ്ധം ചെയ്ത് മരിക്കാം, മാർട്ടാഡം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ കൂട്ടരാണ് ഈ ഇറാൻ ജനതയെ തടവിലിട്ടുകൊണ്ട് ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വേറൊരു കൂട്ടർ IRGCയിൽ തന്നെയുള്ള വേറൊരു വിഭാഗത്തിന് ഒരു പീസ് ഡീലാവാം, പക്ഷേ തങ്ങൾ പറയുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിലായിരിക്കണം എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഈ നെഗോഷിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കറിയാം എങ്ങനെ നമ്മളുടെ പൊസിഷൻ എന്താണ്. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വില പറഞ്ഞാൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. പഴയ ഇറാൻ അല്ല ഇപ്പോഴത്തെ ഇറാൻ. ഇറാനെ അമേരിക്കയും ഇസ്രായേലും കൂടി ആക്രമിച്ച് അതിൻ്റെ കൈ കാലം ഒടിച്ച് കളഞ്ഞു. ഇപ്പോൾ ഹെസ്ബുള്ള ഇല്ല, ഹമാസ് ഇല്ല, ഹൂത്തി ഇല്ല, ഇറാനിലെ ടെററൈസിങ് ഗ്രൂപ്പ്സ് ഇല്ല, IRGCക്ക് പല്ലും നഖവുമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നെഗോഷിയേറ്റ് ചെയ്താൽ എവിടെ വരെ എത്തും എന്ന് നെഗോഷിയേറ്റ് ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ ആ ബോധ്യത്തോടെ നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്.
അപ്പോൾ അതിനെ കൂടുതൽ പ്രഷറൈസ് ചെയ്യുന്നതാണ് ഈ സുപ്രീം കോടതി ജഡ്ജി, അതുപോലെ ഈ വിദേശകാര്യ സഹമന്ത്രി എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെ പല ഗ്രൂപ്പുകളുടെ വോയിസ് ആയതുകൊണ്ട് ഇറാനിൽ നിന്ന് ഒരിക്കലും ഒരു കൺക്ലൂഷൻ കിട്ടാൻ നിവൃത്തിയില്ല. അപ്പോൾ അതിനിടയിലൂടെ ഈ IRGC ഈ പീസ് ഡീലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രേഖ ചോർത്തി. അത് വാർത്തകളിൽ വന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പീസ് ഡീലിനകത്തുള്ളത് ഒരു റിമൂവൽ ഓഫ് ബ്ലോക്കേഡ്, ഇറാനിലുള്ള US ബ്ലോക്കേഡ് പരിപൂർണമായിട്ട് റിമൂവ് ചെയ്യുന്നു. അതുപോലെ സാങ്ഷൻസ്, ഈ ഇറാൻ്റെ ഓയിൽ വിൽക്കാൻ പാടില്ല, വാങ്ങുന്ന രാജ്യങ്ങൾ മേൽ ടാക്സ് ചുമത്തുമെന്നൊക്കെ പറഞ്ഞ് സാങ്ഷൻസ് ഉണ്ട്. ആ സാങ്ഷൻസ് റിമൂവ് ചെയ്യുകയാണ്. ദെൻ റിലീസ് ഓഫ് ഫ്രോസൺ അസറ്റ്സ്, അവരുടെ അസറ്റ്സ് ഫ്രോസൺ നമുക്കറിയാം ഏകദേശം $100-125 ബില്യൺ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് 24 ബില്യൺ റിലീസ് ചെയ്ത് ഇറാന് കൊടുക്കും. ഇനി ഇറാനിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാവുകയില്ല എന്നൊരു ഗ്യാരണ്ടി നൽകും. ദെൻ ന്യൂക്ലിയർ ടോക്സ് കണ്ടിന്യൂ ചെയ്യും. അതിൽ കൺക്ലൂഷനൊന്നുമില്ല, കണ്ടിന്യൂ ചെയ്യും. അത്രയോടെ 30 ദിവസത്തിനുള്ളത് ഒരു തീരുമാനത്തിലെത്തിക്കും. കൂടാതെ അവർ ഉന്നയിച്ച ഒരു വലിയ സംഗതി ലെബനോൺ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ലെബനോണിലെ യുദ്ധവും ഇതോടെ അവസാനിക്കും എന്നാണ് അവരതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ട്രംപ് പറഞ്ഞു ഇതൊന്നുമല്ല, ഇതിങ്ങനൊരു ഡീലില്ല, ഇത് ഡീലുമല്ല, ഇത് ആരോ അവർക്ക് തോന്നിയ കാര്യങ്ങൾ പുറത്തു വിട്ടതാണ്. അപ്പം നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രോസൺ അസറ്റ്സ് കൊടുക്കുന്ന പ്രശ്നമില്ല, അത് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ വരുത്തിയ നാശനഷ്ടങ്ങളുടെ റിപ്പയറിന് വേണ്ടി ഉപയോഗിക്കും എന്നാണ് ട്രംപ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ റിമൂവൽ ഓഫ് സാങ്ഷൻസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അത് ഈ നെഗോഷിയേറ്റഡ് അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടല്ല. ഈ അഗ്രിമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ഫർദർ നെഗോസിയേഷൻസ് ഉണ്ട്. അത് ന്യൂക്ലിയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ടുള്ള നെഗോസിയേഷൻസാണ്. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് നശിപ്പിക്കാൻ തയ്യാറാവുന്നതിൻ്റെ മുറയ്ക്ക് സാങ്ഷൻസ് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. ഇനി അവരുടെ ഫ്രോസൺ അസറ്റ്സിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു അത് കൊടുക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. റിമൂവൽ ഓഫ് ബ്ലോക്കേഡ് എന്ന് പറയുന്നതും സ്ലോ പ്രോസസ്സാണ്. കാരണം ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ എന്താണോ വരുത്തി വെച്ചിട്ടുള്ളത് അത് ഇറാൻ നീക്കുന്ന മുറയ്ക്ക് അമേരിക്ക അവരുടെ ബ്ലോക്കേഡും നീക്കും എന്നുള്ളതാണ് ഈ അമേരിക്ക പറഞ്ഞിട്ടുള്ള അവരുടെ കണ്ടീഷനായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ദെൻ കണ്ടിന്യൂഷൻ ഓഫ് ന്യൂക്ലിയർ ടോക്സിനകത്ത് പറഞ്ഞിട്ടുള്ളത് പരിപൂർണമായിട്ടും അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്ഡ് യുറേനിയം പരിപൂർണമായിട്ട് നശിപ്പിക്കും എന്നാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇവർ പറയുന്നത് അങ്ങനെ ടോക്കുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാത്തൊരു ടോക്കാണ് എന്ന നിലയിലാണ് ഇവരുടെ ഭാഗത്തു നിന്ന് പോകുന്നത്. പിന്നെ ലെബനോൺ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ ഇതിനകത്തൊരു പാർട്ടിയല്ല എന്നാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാട്സ് ഇന്നലെ പറഞ്ഞു ഇവരുടെ നെഗോസിയേഷനൊക്കെ അമേരിക്കയും ഇറാനും തമ്മിൽ നെഗോഷിയേറ്റ് സെറ്റിൽമെൻറ്റ് എത്തുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ അതിനകത്ത് ലെബനോണില്ല, അതിനകത്ത് ഗാസയില്ല, അതിനകത്ത് വെസ്റ്റ് ബാങ്ക് ഇല്ല, അതിനകത്ത് സിറിയയില്ല. ഈ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്, ഞങ്ങളതിന് തിരിച്ച് ആക്രമിക്കുന്നുണ്ട്. തിരിച്ചാക്രമിക്കുമ്പോൾ അത് ഇങ്ങനെ ആക്രമിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ പിടിച്ചെടുക്കരുത്, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാൻ പറ്റില്ല, ഞങ്ങളത് ആക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. ദെൻ ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച് അരാക്ചി പറഞ്ഞത് ഹോർമുസ് കടലിടുക്കിൽ അവർ പഴയതുപോലെ ആയിരിക്കില്ല, ഞങ്ങൾ അവിടുന്ന് ഒരു ടാക്സ് പിരിക്കും, അത് ഈ ഡീലിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. നേരെ മറിച്ച് അമേരിക്ക പറയുന്നത് അത് 100% ഫ്രീ ആണ്, അവിടെ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും അനുവദിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും പറയുന്നുണ്ട് പീസ് ഡീൽ ഓൾമോസ്റ്റ് റെഡിയാണ്, അതിനി അങ്ങോട്ട് എടുത്ത് നിങ്ങൾക്ക് സെർവ് ചെയ്യേണ്ടതേ ഉള്ളൂ, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്ന മട്ടിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മറുപടി. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇറാനെ സംബന്ധിച്ച് ഇറാനിൽ പീസ് ഡീലുമായിട്ട് വർക്ക് ചെയ്യുന്ന കാലിബാഫ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അരാക്ചി ആയിക്കൊള്ളട്ടെ, അവർക്ക് ഒരു ഫ്രീഡം ഇല്ല. അവർക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടം പോലെ ഒരു സംഗതി ചെയ്യാൻ പറ്റില്ല. ഇറാനിൽ ഈ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇറാനിൽ വരും. ഇപ്പം നെതന്യാഹു പറയുന്നത് ഇറാനിലെ ഭരണകൂടം തന്നെ മാറും, അവിടെ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകും, ഒരു ജനകീയ ഭരണം വരുമെന്നാണ്. അപ്പം ജനകീയ ഭരണം വന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷനായി. ഈ ന്യൂക്ലിയറിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത, അവിടെ അവരുടെ ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ സ്റ്റേഷനോട് ചേർന്നിട്ടാണ് ഇവരുടെ ഈ എൻറിച്ച്ഡ് യുറേനിയം മുഴുവൻ ഉള്ളതെന്നാണ് കുറച്ച് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഏതാണ്ട് 100% തന്നെ ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്ന സ്റ്റേഷനോട് ചേർന്ന് അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പോൾ അത് ബോംബ് ചെയ്ത് തകർത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ആക്സസ് കിട്ടില്ല. പക്ഷേ അതിനകത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കടന്നു പോകാൻ പറ്റുന്ന ടണലുകൾ ഉള്ളത് മുഴുവൻ ഇപ്പോൾ ഇറാൻ സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോൺട്രാക്ട് ചെയ്തത് അടച്ചുകൊണ്ടിരിക്കുകയാണ്, ആർക്കും അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത രീതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ആ പ്രദേശം മുഴുവൻ മൈൻ ചെയ്ത് വെക്കുകയാണ്, എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് അടുക്കാതിരിക്കാൻ വേണ്ടി അവിടെയെല്ലാം മൈൻ സ്ഥാപിക്കുകയാണ്. അപ്പോൾ അമേരിക്ക പെട്ടെന്ന് വന്ന് ഇത് എടുത്തുകൊണ്ട് പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് അവരെടുക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇതിൽ 2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഒന്ന്, ഇവരുടെ എൻറിച്ച്ഡ് യുറേനിയം ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 2,
ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അമേരിക്ക വിചാരിച്ചാൽ അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ പറ്റും. അത്രയ്ക്കേ ഉള്ളൂ അവരുടെ പ്രതിരോധം എന്ന് പറയുന്നത്. അമേരിക്ക വിചാരിച്ചാൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇവരുടെ എൻറിച്ച്ഡ് യുറേനിയം ഇപ്പോൾ ഉള്ളത്. അതാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രതിരോധം എന്നും നമുക്കതിനകത്ത് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓടി വന്ന് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റും മൈൻ ചെയ്ത് വെക്കുന്നു. കൂടാതെ ഇത് ടണൽ മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുന്നു. അവരത് ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ അത് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന നിലയിലേക്ക് അവരത് മാറ്റുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന സംഗതി. കൂടാതെ ഈ വ്യാഴാഴ്ചയ്ക്ക് ശേഷവും ഇറാൻ്റെ ഡ്രോണുകൾ പലതും പേർഷ്യൻ ഗൾഫിൽ വെടിയേറ്റ് വീണിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇറാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, ഹോർമസ് കടലിടുക്കിലൂടെ ഞാനും കടന്നു പോകണ്ട, ഞങ്ങൾ നേരത്തെ വിടാമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ അടച്ചിരിക്കുകയാണ്, പൂർണ്ണമായിട്ട് അടച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാഷിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഏതെങ്കിലും കപ്പലുകൾ അതിലേക്ക് കടന്നു പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇറാൻ്റെ ഡ്രോണുകൾ അവിടെ സർവീലിയൻസ് നടത്തുന്നുണ്ട്. അങ്ങനെ സർവീലിയൻസ് നടത്തുന്ന നിരവധി ഡ്രോണുകളെ അമേരിക്ക വെടിവെച്ചിട്ടു എന്നുള്ളതും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒരു ന്യൂ നോർമൽ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. അതായത് വെടിനിർത്തലും വെടിയും ഒന്നിച്ചു പോകുന്നൊരു പരിപാടി. വെടിനിർത്തലാണെന്ന് പറയുന്നു, പിന്നീട് വെടിവെപ്പ് നടക്കുന്നു. അപ്പോൾ ഇവർ ഈ പറയുന്നത് പോലെ ഒരു എഗ്രിമെൻറ്റിൽ എത്തിയാലും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള സംഗതി തന്നെയാണ്. ഇപ്പോൾ ഇറാനിലെ ജനത ബഹുഭൂരിഭാഗവും പറയുന്നത് ഇറാൻ ഒരു ലെബനോണായി മാറും എന്നാണ്. അതായത് ലെബനോണിൽ ഇപ്പോൾ ഹെസ്ബുള്ള എന്ന് പറയുന്നൊരു ഭീകര സംഘടന ആക്ട് ചെയ്യുന്നു. അവർ ജനത്തെ തടവിലിട്ടിരിക്കുന്നു. ഇസ്രായേൽ വന്ന് അവരെ തല്ലുന്നു. ഇതേ കാര്യം IRGC എന്ന് പറയുന്നൊരു ഭീകര സംഘടന ഇറാനിലെ ജനതയെ തടങ്കലിലിടുന്നു. ഈ ഭീകര സംഘടന ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കും. അതിന് പകരമായിട്ട് അമേരിക്ക ഇസ്രായേലിൽ ചെന്ന് IRGC ആക്രമിക്കും. ആക്രമണം പ്രത്യാക്രമണം കണ്ടിന്യൂസ് ആയിട്ടൊരു യുദ്ധം ഉണ്ടാവില്ല. പക്ഷേ യുദ്ധം ഒഴിഞ്ഞ സമയവും ഉണ്ടാവുകയില്ല. ഇതാണ് ഇപ്പോൾ ലെബനോണിൽ സംഭവിക്കുന്നത്. ഇറാഖിലും ഏകദേശം സമാനമായ കാര്യങ്ങളാണ്. അവിടെയും ഒരു ഭരണകൂടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എവിടെയൊക്കെയോ കുറേ ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യം ശിഥിലമായിപ്പോയി. അപ്പോൾ ഈ ഒരു നിലയിൽ ഇറാനിൽ ഒരു ജനാധിപത്യ ഭരണകൂടം ഉടനെ തന്നെ നിലവിൽ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജനമുന്നേറ്റം ഉണ്ടായില്ലെങ്കിൽ, നിശ്ചയമായിട്ടും ഇറാൻ്റെ അവസ്ഥ ലെബനോൻ്റെതുപോലെയോ ഇറാഖിൻ്റെതുപോലെ ആവുമെന്നാണ് അവിടെ വിവരമുള്ള മനുഷ്യർ എല്ലാവരും പറയുന്നതെന്ന് ഇറാൻ ഇൻ്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പബ്ലിക് അബ്സർജനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ആക്രമണത്തിന് പ്രത്യാക്രമണമായി അമേരിക്ക ആക്രമിച്ചപ്പോൾ അവിടെ ജലസംഭരണികൾ തകർക്കപ്പെട്ടിരുന്നു. ജലസംഭരണികളെ ലക്ഷ്യം വെച്ചതല്ല, ജലസംഭരണികളുടെ മുകളിൽ നിന്നാണ് ഇവർ ഡ്രോണുകൾ തൊടുത്തത്. അപ്പം ഡ്രോണുകൾ തൊടുത്ത പ്രദേശം അന്വേഷിച്ച് പോയപ്പോൾ ജലസംഭരണിയുടെ മുകളിൽ ബോംബ് വീഴുന്നു. അത് തകർന്നും പോയി. 50,000 പേർ കുടിവെള്ളം മുട്ടുന്നു. ഈ കുടിവെള്ളം മുട്ടുക അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ജനത്തിന് തെരുവിലിറങ്ങാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അവർ നിശ്ചയമായിട്ടും IRGC തല്ലിക്കൊല്ലും. കാരണം IRGC പേടിച്ചിട്ട് ഇപ്പോൾ അവർ വീട്ടിലിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് 39,000 ചില ആളുകളെയാണ് IRGC കൊന്നതായിട്ട് ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വെടിവെച്ചും ആക്രമിച്ചും അടിച്ചുമൊക്കെ കൊന്നത് 39,000 ചില ആളുകളെയാണ്. 40,000 എന്ന് ട്രംപ് പറഞ്ഞു. 39,000-40,000 ഇടയ്ക്ക് ആളുകളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭയത്തിലാണ് മനുഷ്യർ ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്. നേരെ മറിച്ച് കുടിക്കാൻ വെള്ളമില്ലാതെ വരുമ്പം ആൾക്കാർ തന്നെ തെരുവിലേക്ക് ഇറങ്ങും, ചത്താലും തിരക്കേടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് വിപ്ലവമായിട്ട് ഫോം ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഈ സംഗതി നീങ്ങുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇപ്പോഴും ഇതൊരു ട്രൂസിലേക്ക് എത്തുമോ എന്നുള്ളതിന് ഉറപ്പ് പറയാവുന്ന സാഹചര്യങ്ങളില്ല. എന്തായാലും ഒരു ട്രൂസ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ എഗ്രിമെൻറ്റിനുള്ള സാഹചര്യങ്ങൾ ജനീവയിൽ ഒരുങ്ങുന്നുണ്ട്. അമേരിക്കയുടെ വിമാനങ്ങളൊക്കെ അവിടെ പറന്നെത്തിയിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ആരാണ് സൈൻ ചെയ്യാൻ പോവുക എന്നുള്ളതിനെ സംബന്ധിച്ച് നിശ്ചയമില്ല. രാക്ഷിയുടെ വോയിസ് കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ബിവിൽഡേഡാണ്. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞത് ഒരു എഗ്രിമെൻറ്റിലെത്താനുള്ള സാധ്യതയുണ്ട്, ബട്ട് ഇറ്റ് ഈസ് റിമോട്ട് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റിലെത്താൻ സാധ്യതയുണ്ട്, പക്ഷേ അതിന് ഒരു ഉറപ്പ് പറയാറായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നത്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ട് പോരുന്നവർക്ക് ഈ IRGC എന്ന് പറയുന്ന ഈ സംവിധാനത്തെ ഏതെങ്കിലും തരത്തിൽ കൺവിൻസ് ചെയ്യണം. അല്ലെങ്കിൽ IRGCയെ അടക്കി പിടിക്കാൻ പറ്റുന്ന ആളുകൾ അവിടെ ഉണ്ടായിരിക്കണം. അതിന് ആളുകളെ അവർക്ക് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം ആയുധമുള്ളത് അവരുടെ കയ്യിലാണ്. അവർക്ക് എണ്ണമില്ല, പക്ഷേ പവറുണ്ട്, ശക്തിയുണ്ട്. അതിനിടയിലൂടെ നമ്മുടെ പത്രങ്ങളൊക്കെ പ്രധാനമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു സംഗതി നമ്മുടെ ഇന്ത്യൻ ഷിപ്പ് US ആക്രമിച്ചു എന്നുള്ളതാണ്. പല പത്രങ്ങളിൽ ഇന്നലെ അത് ഹെഡിങ് ആയിരുന്നു. അപ്പോൾ അതിൽ 3 നാവികർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഹെഡിങ്സ് വന്നു. തീർച്ചയായിട്ടും അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ നമുക്കറിയാവുന്നതുപോലെ ഇറാൻ്റെ പോർട്ടുകൾ ദാറ്റ് ഈസ് അണ്ടർ സീജ്. അത് അമേരിക്ക ആ പോർട്ടിലേക്ക് ഷിപ്പുകൾ പോകാനോ അവിടുന്ന് പുറത്തേക്ക് വരാനോ അനുവദിക്കുകയില്ല. അപ്പോൾ ഈ 19 ഷിപ്പുകൾ അമേരിക്കൻ നിർദ്ദേശം അംഗീകരിക്കാതെ മൂവ് ചെയ്തതിൻ്റെ പേരിൽ മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. മൊത്തം 195 ഷിപ്പുകൾക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ 19 ഷിപ്പുകൾ അനുസരിക്കാതെ മൂവ് ചെയ്തു. ആ 19 ഷിപ്പുകളുടെ എൻജിൻ റൂം പ്രിസിഷൻ മിസൈൽസ് ഉപയോഗിച്ച് കൃത്യമായിട്ട് എൻജിൻ റൂം മാത്രം തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തിട്ടുണ്ട്. ഇതിൽ 3 ഇന്ത്യൻ ഷിപ്പുകൾ വരും. അതിൽ ഒരു ഇന്ത്യൻ ഷിപ്പിന് തീ പിടിച്ചിരുന്നു. ഇപ്പം ഈ 3 പേര് മരിച്ചു എന്ന് പറയുന്ന ഇന്ത്യൻ ഷിപ്പിന് കാര്യമായ പരിക്ക് പറ്റി.
അപ്പോൾ ഇതിനകത്ത് 3 ആളുകൾ മരിക്കുകയും 21 പേരെ അപകടത്തിൽപ്പെടുകയും ചെയ്തു. 21 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് നമ്മളുടെ ഷിപ്പിംഗ് മിനിസ്റ്റർ സബാനന്ദ സോനോവാൾ അദ്ദേഹം അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ത്യ ഗവൺമെൻറ് എല്ലാ തരത്തിലും അതിന് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇതിൽ ഈ ആക്രമിക്കപ്പെട്ട കപ്പലിൻ്റെ പേര് സെറ്റബെല്ലോ എന്നാണ്. അതൊരു ഇന്ത്യയിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കപ്പലാണ്. ദറ്റ് ഇന്ത്യൻ കമ്പനി കോൾഡ് അക്വ അറോറ ഷിപ്പിംഗ് ലൈൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്, ഒരു ഗുജറാത്ത് കമ്പനിയാണ് ഈ ഷിപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവരുടെ ഓണർഷിപ്പുള്ള ഷിപ്പാണ്. പക്ഷേ കഴിഞ്ഞ 6 മാസമായി ഇതിൻ്റെ ഷിപ്പിംഗ് ഡാറ്റ നോക്കുമ്പോൾ ഷിപ്പിംഗ് ഡാറ്റയൊക്കെ അവൈലബിൾ ആണ്. സാറ്റലൈറ്റ് ഡാറ്റ വെച്ചിട്ട് ഷിപ്പ് എവിടെ പോയി, എവിടെ നിന്ന് വന്നു എന്നൊക്കെ അറിയാം. ഈ ഷിപ്പ് ഇറാനിൽ നിന്ന് ചൈനയ്ക്ക് ഓയിൽ കൊണ്ട് കൊടുക്കുന്ന ഷിപ്പാണ്. അപ്പോൾ കഴിഞ്ഞ 6 മാസമായി ഈ ഷിപ്പ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ചൈന, ഓയിൽ കൊണ്ട് കൊടുക്കുന്ന ഷിപ്പാണ്. ഈ ഷിപ്പ് ഇപ്പോൾ ചൈനയ്ക്ക് വേണ്ടി ഓയിൽ എടുക്കാൻ വേണ്ടി പോയതാണ് എന്ന് വേണം വിചാരിക്കാൻ. കാരണം മെയ് 31 മുതൽ ഇതിനെ ട്രാക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ ട്രാക്കിംഗ് ഫെസിലിറ്റി മുഴുവൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലാ ഷിപ്പുകളും അതിന് ട്രാക്കിംഗ് ഫെസിലിറ്റികൾ എപ്പോഴും ഓണാക്കി വയ്ക്കും. കാരണം ആ ഷിപ്പിനെതിരെ അപകടം വന്നു കഴിഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതിനടുത്തുള്ള ഷിപ്പുകൾക്കൊക്കെ സഹായം കിട്ടാൻ വേണ്ടി ഓരോ ഷിപ്പും അത് പോകുന്ന വഴി ഒരിക്കലും രഹസ്യമാക്കി വെക്കുകയില്ല. അപ്പോൾ അതിൽ നിന്ന് റേഡിയോ വേവ്സ് പുറത്തേക്ക് വരും. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഷിപ്പിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും രഹസ്യ ഓപ്പറേഷന് പോകുന്ന ഷിപ്പുകളാണ് അതിൻ്റെ റേഡിയോ വേവ്സൊക്കെ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ഷിപ്പിംഗ് ഡാറ്റ അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിലാക്കും. കഴിഞ്ഞ 31 മുതൽ ഈ ഷിപ്പിൻ്റെ ഷിപ്പിംഗ് ഡാറ്റ അവൈലബിൾ അല്ല. അതിനകത്തുള്ള റേഡിയോ വേവ്സ് മുഴുവൻ അല്ലെങ്കിൽ റേഡിയോ സിഗ്നൽസ് മുഴുവൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഈ ഷിപ്പ് ഇപ്പോൾ സീക്രട്ട് ഓപ്പറേഷനിലാണ്. അമേരിക്കൻ നേവി പറയുന്നത് അവർ ഈ ഷിപ്പിന് ഓർഡർ കൊടുത്തു, ഇവിടുന്ന് മൂവ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ മൂവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ആക്രമിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. അത് യുദ്ധ റീജിയനാണ് ആക്രമിക്കപ്പെട്ടത്. ഇനി എന്തടിസ്ഥാനത്തിലാണെങ്കിലും ആക്രമിക്കപ്പെട്ടതിൽ മരിച്ചത് ഇന്ത്യക്കാരാണ്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് പ്രതിഷേധാർഹവും സങ്കടകരവുമായ സംഗതിയാണ് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ. ഞാനിത് BBC റെഫർ ചെയ്തിട്ടാണ് ഈ ഷിപ്പിനെ സംബന്ധിച്ച വിവരം പറഞ്ഞിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും BBC നോക്കാവുന്നതാണ്. ഈ ഡാറ്റ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പീസ് ഡീൽ എന്ന് പറയുന്ന സംഗതി എത്തുമോ ഇല്ലയോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇറാനിൽ ഉള്ള IRGCയിലെ നല്ലൊരു വിഭാഗം ആളുകൾ ഇങ്ങനെ ഒരു പീസ് ഡീലിൻ്റെ ആവശ്യമില്ല, നമുക്ക് മരിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. നമ്മളുടെ ന്യൂക്ലിയർ മെറ്റീരിയൽ, എൻറിച്ച്ഡ് ന്യൂക്ലിയർ മെറ്റീരിയൽ വിട്ടുകൊടുക്കേണ്ട എന്ന് ചിന്തിക്കുന്ന നല്ല ഒരു വിഭാഗം IRGCയിലുണ്ട്. ന്യൂക്ലിയർ മെറ്റീരിയൽ വിട്ടുകൊടുക്കാത്തടത്തോളം കാലം ഒരു പീസ് ഡീൽ സൈൻ ചെയ്യാൻ ട്രംപിനെ കൊണ്ടാവില്ല. കാരണം അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചത് ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ന്യൂക്ലിയർ മെറ്റീരിയൽ അവിടുന്ന് ലഭിക്കുമെന്നും അത് ഇറാനിൽ വെച്ച് തന്നെ നശിപ്പിക്കുമെന്നും അതിനുശേഷം അത് അവിടുന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്നുമാണ് ട്രംപ് അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇറാൻ തന്നെ അത് കൈമാറും, ഇറാനും അമേരിക്കയും ഒന്നിച്ചു ചേർന്ന് അത് നശിപ്പിക്കും. അതിനുശേഷം ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജിയുടെ മേൽനോട്ടത്തിൽ അത് അവിടെ നിന്ന് മാറ്റും എന്നാണ് ട്രംപ് പറഞ്ഞത്. ദാറ്റ് ക്യാൻ ബി സെൽഡ്, അത് വിൽക്കാൻ പറ്റും. അത് വിറ്റ് ഇറാൻ അതിൻ്റെ പണം എടുക്കാൻ പറ്റും. നേരത്തെ ചെയ്തിട്ടുള്ള കാര്യമാണ്, നമ്മൾ മുൻ വീഡിയോകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഏകദേശം 10,000 ടണ്ണോളം ന്യൂക്ലിയർ മെറ്റീരിയൽ വിറ്റ കാര്യം, റഷ്യയ്ക്ക് വിറ്റ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സംഗതിയാണ്. അപ്പോൾ ഇവർ ഇതിന് ഇപ്പോൾ കവർ വെക്കുന്നു അല്ലെങ്കിൽ ഇതിന് ഫോർട്ടിഫിക്കേഷൻ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഡീലിലേക്ക് എത്തുന്നതിനെ തടയുന്ന വലിയ ശക്തികൾ ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇറാനിലെ 90% അല്ലെങ്കിൽ 99% ആളുകളുടെയും താല്പര്യത്തിന് എഗനസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ മത നേതൃത്വമാണ് ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ആ രാജ്യത്തിന് നാശം വരുത്തി വയ്ക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.